ഹലോ ഓൾ വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഷോപ്പിംഗ് ഫോർ പ്ലഷർ മാൾസ് പവർ ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫിസ്ക് എഴുതിയിട്ടുള്ള ഒരു എസ്സേ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആ ഒരു എസ്സേയിലേക്ക് പോവാം. ഈ എസ്സേ എന്ന് പറയുന്നത് ഷോപ്പിംഗ് മാൾസും നമ്മുടെ സൊസൈറ്റിയും തമ്മിലുള്ള ആ ഒരു റിലേഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എസ്സേയുടെ ഫസ്റ്റ് തന്നെ പറയുന്നത് കൺസ്യൂമറിസത്തിനെ പറ്റിയിട്ടാണ്. നമ്മുടെ ഓതർ എന്ത് ചെയ്യുന്നുണ്ട്, കൺസ്യൂമറിസത്തിനെ റിലീജിയനുമായിട്ട് കമ്പയർ ചെയ്യുന്നത്, ദാറ്റ് ഈസ് മെറ്റഫറിക്കലി എന്ത് ചെയ്യാണ്, കമ്പയർ ചെയ്യണം. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളൊരു സാധനം വാങ്ങുന്നതിനെയും അതുപോലെ തന്നെ റിലീജിയനെയും എങ്ങനെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. പക്ഷേ അതിന് ഓതർ തന്നെ ഒരിത് പറയുന്നുണ്ട്. കാരണം നമ്മൾ കമ്മോഡിറ്റീസ് വാങ്ങുന്നത്, നമ്മൾ ഓരോ സാധനങ്ങളെ നമ്മൾ എത്രത്തോളം ആരാധിക്കുന്നുണ്ടല്ലേ, അപ്പോൾ ആ കമ്മോഡിറ്റീസിനെ നമ്മൾ വർഷിപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ വാങ്ങുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഒരു വലിയ കാര്യമായിട്ടാണ് കാണുന്നത്. നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നത് അല്ലേ. അപ്പോൾ ആക്ട് ഓഫ് ബൈയിങ് ഗുഡ് ഇസ് കമ്പയർഡ് ടു എ ഹോളി റിച്വൽ. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു എസ്സേ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ഒരുപാട് ഇങ്ങനെ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിലും ഒരുപാട് ഡിഫറൻസസ് എന്ത് ചെയ്യുന്നുണ്ട് ഈ റിലീജിയനും അതുപോലെ തന്നെ ഈ ഒരു ഷോപ്പിംഗ് മാളിൻ്റെ കാര്യത്തിലും ഉണ്ട് അല്ലേ. നമുക്ക് തന്നെ ആദ്യം തോന്നി ഇതെന്ത് വിരോധാഭാസമാണെന്ന്. ഓക്കെ, അപ്പം ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു റിലീജിയസ് പരമായിട്ടുള്ള ഒരു കാര്യം നോക്കുകയാണെങ്കിൽ വർഷിപ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, പവർലെസ് ആണ്. അവരെന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഒരു റിലീജിയനെ നമ്മൾ വിശ്വസിക്കുന്നു, അതിനെ തിരിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നും തന്നെ പോകുന്നില്ല. നമ്മൾ ആ ഒരു ടീച്ചിങ്ങിൽ തന്നെ എന്ത് ചെയ്യാണ്, സ്റ്റക്ക് ഓൺ ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ തിരിച്ച് നമ്മളൊന്നും പറയുന്നില്ല. പക്ഷേ ഇദ്ദേഹം പറയുന്നു കൺസ്യൂമേഴ്സിന് എന്തുണ്ട്, ഒരു മാർക്കറ്റ് പ്ലേസിൽ നോക്കുകയാണെങ്കിൽ കൺസ്യൂമേഴ്സ് ഹാവ്സ് ദ പവർ ടു സെലക്റ്റീവ് അല്ലേ, പവർ ടു ബി സെലക്റ്റീവ്. അതായത് ഒരു സാധനം വേണമെന്ന് വെക്കാനും വേണ്ടെന്ന് വെക്കാനുമുള്ള ആ ഒരു എബിലിറ്റി ആർക്കുണ്ട്, ഒരു കൺസ്യൂമറിന് ഉണ്ട്. പിന്നീട് അദ്ദേഹം പറയുന്നത് ഷോപ്പിംഗ് മാളുകളെന്ന് പറയുന്നത് ആക്ട് ആസ് ആൻ അറേന ഓഫ് സ്ട്രഗിൾ. അവിടെ എന്താണ്, ഒരു സ്ട്രഗിൾ നമുക്ക് കാണാനായിട്ട് പറ്റും. സ്ട്രഗിൾ ബിറ്റ്വീൻ ഹൂം എന്നാണ് ഇനി കാണിക്കാൻ പോകുന്നത്. ഹു ഹാവ് ദ പവർ ടു ഷേപ്പ് കൺസ്യൂമർ ബിഹേവിയർ. കൺസ്യൂമർ ബിഹേവിയറിനെ മനസ്സിലാക്കി കൊണ്ടുവരുന്ന ആൾക്കാർ തമ്മിൽ, അല്ലെങ്കിൽ തന്നെ മനസ്സിലാക്കി എടുക്കുന്ന ആൾക്കാർ തമ്മിലും അതുപോലെ തന്നെ ആ ഒരു പവറിനെ റെസിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ചലഞ്ച് ചെയ്യുന്ന ആൾക്കാരും തമ്മിലുള്ള ഒരു അറേന ഓഫ് ബാറ്റിലാണ് ഈ ഷോപ്പിംഗ് മാളെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, പിന്നീട് അദ്ദേഹം പറയുന്നത് പ്രസ്ദി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കുറച്ച് കണ്ടുപിടുത്തങ്ങളെയാണ് ഇതിൽ കാണിക്കുന്നത്. ഓക്കെ, PRESSDE. ഈ പ്രസ്ദി എന്ന് പറയുന്നൊരു വ്യക്തി എലിസബത്ത് എന്ന് പറയുന്നൊരു ടൗണിനെ പറ്റിയിട്ട് ഒരു സ്റ്റഡി നടത്തി. ആ ഒരു സ്റ്റഡിയിൽ കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ആ ടൗണിൽ കൂടുതലായിട്ടും ഉള്ളത് എന്താണ്, അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള യൂത്ത്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റഡിയിൽ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു മാളിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു മാളിനകത്ത് എന്തുണ്ട്, ഒരു പ്രൊമോഷണൽ സ്ലോഗൻ ഫ്രണ്ടിലായിട്ട് ഉണ്ട്. ആ സ്ലോഗനെ പറ്റി പറയുന്നുണ്ട്. ആ സ്ലോഗനിലായിട്ട് ഫ്രീ ടിക്കറ്റിൻ്റെ കാര്യവും പറയുന്നുണ്ട്. അപ്പോൾ ആ ഫ്രീ ടിക്കറ്റിൽ എഴുതിയിരിക്കുന്ന ഒരു വേർഡാണ് അഡ്മിറ്റ്സ് എവരി വൺ എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ഇത് കേൾക്കുമ്പോഴത്തേക്ക് എന്താണ്, എല്ലാവരെയും അഡ്മിറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു ഇതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് വരുന്നത്. പക്ഷെ അങ്ങനെയല്ല, പ്രസ്ദി അതിനെ ആർഗ്യൂ ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു സ്ലോഗൻ എന്ത് ചെയ്യാണ്, ഡിസ്റിഗാർഡ് ചെയ്യാണ്. അതായത് രണ്ട് വർക്കിംഗ് ക്ലാസ് ഗ്രൂപ്പുകളെ ഡിസ്റിഗാർഡ് ചെയ്യുന്നു എന്ന് പറയുന്നു. രണ്ട് വർക്കിംഗ് ക്ലാസ് ഗ്രൂപ്പുകളെ അവഗണിക്കുന്നു എന്നാണ് പ്രസ്ദി പറയുന്നത്. അപ്പോൾ രണ്ട് വർക്കിംഗ് ക്ലാസ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ജോബുള്ള ആൾക്കാരും ജോബില്ലാത്ത ആൾക്കാരെയാണ് പറയുന്നത്. ഓക്കെ, ഇതിൽ അഡ്മിറ്റ് എന്ന് പറയുന്ന വേർഡ് ഇംപ്ലൈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നീഡ് ടു മീറ്റ് സെർട്ടൈൻ കണ്ടീഷൻ എന്നുള്ളതാണ്. പക്ഷേ എവരി വൺ എന്ന് പറയുന്ന വേർഡ് എല്ലാവരും. ഓക്കെ, അതാണ് ആൾക്കാരിലൊരു ഇല്യൂഷൻ എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് ഇവരൊരു എന്താണ് ബൂർഷ്യ ക്യാപിറ്റലിസം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ക്ലാസ് സ്ട്രഗിളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതായത് കുറച്ചെങ്കിലും പൈസ ഉള്ളവർ ആ മാളിലേക്ക് വന്നാൽ മതി എന്നുള്ളതാണ് ഈ അഡ്മിറ്റ്സ് എവരി വണ്ണിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഒറ്റ അടിക്ക് നോക്കുമ്പോഴത്തേക്ക് എന്താ, എല്ലാവർക്കും വരാം, എല്ലാവർക്കും വരുന്നവർക്കെല്ലാം ഫ്രീ ടിക്കറ്റ് ആണെന്നുള്ള ഒരു സ്ലോഗൻ പറഞ്ഞുകൊണ്ടാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ കൂടുതൽ അൺഎംപ്ലോയിഡ് ആയിട്ട് നിൽക്കുന്ന യൂത്താണെന്ന് പറഞ്ഞാൽ യൂത്തിലും കൂടുതലായിട്ടുള്ളത് സ്ത്രീകളാണ്.
ആൻഡ് അങ്ങനെ അത്രയും ജോബിലെസ് ആയിട്ടുള്ള സ്ത്രീകളാണ് മാളിൽ ഡെയിലി അല്ല എപ്പോഴും പോകാറുള്ളതെന്ന് പറയുന്നു. ആൻഡ് അവരെ ഇദ്ദേഹം അൺഇൻവൈറ്റഡ് ഗസ്റ്റ് അല്ലെങ്കിൽ ഇൻവൈഡേഴ്സ് ഇൻ ദ സ്പേസ് എന്നാണ് പറയുന്നത്. അവർ ആ ഒരു മാളിൽ എത്തുന്നത് ജസ്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അവർ എന്തിനു വേണ്ടിയിട്ടാണ് വരുന്നതെന്ന് വെച്ചാൽ അവരുടെ പ്രസൻസ് അവിടെ കാണിക്കാനും അതുപോലെ തന്നെ അവിടെ ഉള്ള ഒരു സിസ്റ്റം, കറണ്ട് സിസ്റ്റത്തെ ചലഞ്ച് ചെയ്യാനും, അതുമാത്രമല്ല അവർ അത്രയും നാൾ ഫേസ് ചെയ്ത ഇന്നിക്വാളിറ്റീസിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, അവർ അവിടെ വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ അവർ വീട്ടിൽ നിന്നൊരു പ്ലഷറിന് വേണ്ടിയിട്ടാണ് അവിടെ വരുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. വീട്ടിൽ അനുഭവിക്കുന്ന അതൊന്നൊക്കെ ഒന്ന് മറന്നൊന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ അവർ എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ ചെല്ലുന്നത്, അവരുടെ പ്രസൻസ് അസേർട്ട് ചെയ്യാൻ, അതുപോലെ തന്നെ ആ ഒരു സിസ്റ്റത്തിനെ ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടും അവർ ഫേസ് ചെയ്യുന്ന ഇന്നിക്വാളിറ്റീസിനെ റെസിസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് അവിടെ പോകുന്നത്. പിന്നീട് പറയുന്നൊരു കോൺസെപ്റ്റാണ് തേഴ്സ്ഡേ നൈറ്റ് എന്ന് പറയുന്നത്. ഈ തേഴ്സ്ഡേ നൈറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ മാളിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഇപ്പോൾ ന്യൂ ഇയർ ഒക്കെ വരുമ്പോഴത്തേക്കും കുറച്ച് മാളൊക്കെ ക്ലോസ് ചെയ്യാനായിട്ട് കുറച്ച് മോർ ടൈം എടുക്കും അല്ലേ. അപ്പോൾ അതിനെയാണ് ഈ തേഴ്സ്ഡേ നൈറ്റ്സിനും അത് തന്നെയാണ് പ്രത്യേകത. ഈ തേഴ്സ്ഡേ നൈറ്റ്സ് നമ്മുടെ എലിസബത്ത് എന്ന് പറഞ്ഞ ടൗണിലെ തേഴ്സ്ഡേ നൈറ്റ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അവിടെ ഇതുപോലെ മാളിൽ ഒരുപാട് യങ്സ്റ്റേഴ്സൊക്കെ വന്ന് എന്ത് ചെയ്യാണ്, രാത്രി ഒരുപാട് നേരം നിൽക്കും. ആൻഡ് അവർ കൺസ്യൂമറിസത്തിന് വേണ്ടിയിട്ട് വന്നതല്ല, സാധനം വാങ്ങാനോ കൊടുക്കാനോ എടുക്കാനോ ഒന്നും വന്നതല്ല. അവരെന്തിനു വേണ്ടിയിട്ടാണ് വന്നത്, വെറുതെ അവിടെ വന്ന് അവർക്ക് അവിടെ ഒരു സ്പേസ് വേണം, അതിനുവേണ്ടി അവരവിടെ വരുന്നു. അപ്പോൾ അപ്പോൾ അങ്ങനെ ഇതുപോലുള്ള വലിയ ഫങ്ഷനുകളൊക്കെ വരുമ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ടും ആൽക്കഹോൾ, ഡ്രഗ്സ്, പിന്നെ അതുപോലെ തന്നെ ഫൈറ്റും കാര്യങ്ങളൊക്കെ അവിടെ കാണും. അപ്പോൾ അവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സെക്യൂരിറ്റി ഗാർഡും പോലീസ് ഓഫീസേഴ്സും ഒക്കെ കാണും. ഓക്കെ, അപ്പം ഇതെല്ലാം കാണിക്കുന്നത് ഈ പിക്ചർ എല്ലാം ഷോ ചെയ്യുന്നത് ഒരു സ്ട്രഗിൾ ഫോർ സ്പേസ് ആണ്. ഓക്കെ, ബിറ്റ്വീൻ ദി ഡിസംപവേർഡ് യൂത്ത് ആൻഡ് പവർ സ്ട്രക്ചേഴ്സ് റെപ്രസെൻറ്റഡ് ബൈ ദി മാൾ അല്ലേ. പിന്നെ പറയുന്നത് ഈ അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള ആൾക്കാർ മാളിനെ എന്തായിട്ടാണ് കാണുന്നത്, അവരുടെ തന്നെ ഒരു ഓൺ സ്പേസ് ആയിട്ട് കാണുന്നു, അല്ലെങ്കിൽ ഒരു സൈറ്റ് ഓഫ് റെസിസ്റ്റൻസ് ആയിട്ടും കാണുന്നുണ്ട് അവർ. പിന്നീട് ഫിസ്ക് ഡിസ്കസ് ചെയ്യുന്നത് പ്രോലിറ്റേറിയൻ ഷോപ്പിങ്ങിനെ പറ്റിയിട്ടാണ്. പ്രോലിറ്റേറിയൻ ഷോപ്പിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ വിൻഡോ ഷോപ്പിംഗ് എന്നൊക്കെ പറയും. അതായത് നമ്മൾ ഒരു സാധനം വാങ്ങണമെന്നുള്ളൊരു ഇൻറ്റൻഷനിലല്ല നമ്മൾ പോകുന്നത്. നമ്മൾ കാണുമ്പോൾ ആ ഒരു സാധനം നമുക്കിഷ്ടമാവുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്കത് നന്നായിട്ട് കണ്ണിന് ബോധിച്ചു, നമ്മുടെ മനസ്സിൽ ആ ഒരു ഡ്രസ്സ് വന്നു കഴിഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള കൺസ്യൂമഡ് ഇമേജസിലൂടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൺസംഷൻ ഒരിക്കലും ആ ഒരു മാളിൻ്റെ ഓണറിന് പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നില്ല. വിൻഡോ ഷോപ്പിംഗ് ആൾക്കാരെല്ലാം വന്ന് വിൻഡോ ഷോപ്പിംഗ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ മാള് പൂട്ടത്തേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോലിറ്റേറിയൻ ഷോപ്പിങ്ങുകളൊന്നും എന്ത് കൊടുക്കുന്നില്ല, മാൾ ഓണേഴ്സിന് പ്രോഫിറ്റുകൾ കൊടുക്കുന്നില്ല എന്നുള്ള ഒരു നഗ്നസത്യവും ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ പറയുന്നത് വുമണിനെ പറ്റിയിട്ടാണ് കേട്ടോ. അതായത് വുമണും ഷോപ്പിംഗ്, നമ്മളെപ്പോഴും ഷോപ്പിങ്ങിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും സ്ട്രെസ് ചെയ്ത് പറയുന്ന ആൾക്കാരാണ് വുമൺ എന്ന് പറയുന്നത് അല്ലേ. വുമൺ ആർ മോർ ഇൻട്രസ്റ്റഡ് ഇൻ ഷോപ്പിംഗ് അല്ലേ. അപ്പോൾ അവരെ പറ്റി തന്നെയാണ് പറയുന്നത്. ഈ വുമണിനെയും ഷോപ്പിങ്ങിനെയും തമ്മിലുള്ള കണക്ഷൻ പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ലോഗൻസ്, പിന്നെ സ്റ്റിക്കേഴ്സ്, കാർഡൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഓതർ പറയുന്നുണ്ട്. ഒരു സ്ലോഗനൂടെ പറയുന്നുണ്ട്, വുമൺസ് പ്ലേസ് ഈസ് ഇൻ ദി മാൾ എന്ന് പറയുന്ന ഒരു സ്ലോഗൻ. അത് മാളിൻ്റെ അകത്തുള്ള ഒരു കിച്ചൺ ഷോപ്പിനകത്തായിട്ട് എഴുതി വെച്ചിരുന്നൊരു കോട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് പല രീതിക്ക് എന്ത് ചെയ്യാം, ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. ഒന്നെന്ന് വെച്ചാൽ പാട്രിയാർക്കൽ ക്യാപിറ്റലിസം, അതിന് കീഴിൽ വരുന്ന കൺസ്യൂമറിസ്റ്റ് വുമണായിട്ട് നമുക്കവരെ പറയാം. അല്ലെങ്കിൽ ഇതെല്ലാം പൊട്ടിച്ച് എറിഞ്ഞുകൊണ്ട് കൂടുതൽ പബ്ലിക് സ്പേസ് അല്ലെങ്കിൽ സ്പേസ് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു കാറ്റഗറി ഓഫ് വുമൺ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് അതിൻ്റെ ആ ഒരു സ്ലോഗൻ്റെ ഇത് പറഞ്ഞത്. ഇനി അതുപോലെ കാർഡ്സിൻ്റെ കാര്യവും പറയുന്നുണ്ട്, ഒരു TV പ്രോഗ്രാമിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ഒരു ക്യാപിറ്റലിസം ഡെവലപ്പ് ചെയ്ത ഒരു സമയത്ത് തന്നെ, അല്ലെങ്കിൽ ക്യാപിറ്റലിസം ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് ഒരു ന്യൂക്ലിയർ ഫാമിലി ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ അവിടെ
ഓരോ വുമണിനും എന്താണ് അങ്ങനെ ഫാമിലി ഡെവലപ്പ് ചെയ്തപ്പോഴത്തേക്കും അതൊരു സബ് യൂണിറ്റ് ആയിട്ട് ഒരു സോഷ്യൽ യൂണിറ്റ് ആയിട്ട് മാറുകയും അവിടെ ഓരോ വുമണിന് എന്താണ് അത് ഓരോ ഫാമിലിക്കകത്തും ഓരോ സ്പെസിഫിക് റോൾ ഉണ്ടാവാനായിട്ട് തുടങ്ങി. സ്ത്രീകൾ എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി, കൂടുതൽ എക്കണോമിക്കൽ അതുപോലെ തന്നെ ഇമോഷണൽ റിസോഴ്സസ് ഓഫ് ദി ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള എക്കണോമിക് ആൻഡ് ഇമോഷണൽ റിസോഴ്സസ് ഒക്കെ എന്താണ് നോക്കി കാണാനായിട്ട് തുടങ്ങി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് എന്തിനാണ്, ആ ഒരു സ്ത്രീകൾ ഈ ഒരു പാട്രിയാർക്കിയൽ നോംസിനൊക്കെ ഒപ്പോസ് ചെയ്ത് വരുന്നതാണ് കാണിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു TV ഷോയുടെ കാര്യം പറയുന്നുണ്ട്. ദ ന്യൂ പ്രൈസ് ഈസ് റൈറ്റ് എന്ന് പറയുന്ന ഒരു TV പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിനകത്ത് സ്ത്രീകളുടെ സ്കില്ലുകളാണ് കാണിക്കുന്നത്. അതായത് ഹൗസ് ഹോൾഡ് മാനേജ്മെൻറ്റ്, വീടൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ അവർക്ക് എത്രത്തോളം ഈ സാധനങ്ങളുടെ വിലകൾ അറിയാമെന്നുള്ളതും ആ സാധനങ്ങളുടെയൊക്കെ വിലകളൊക്കെ രാവിലെയൊക്കെ അമ്മമാരിൽ നിന്ന് മീനൊക്കെ ബാർഗെയിൻ ചെയ്ത് വാങ്ങത്തില്ലേ, അതുപോലെ ബാർഗെയിൻ ചെയ്ത് വാങ്ങാനുള്ള അവരുടെ കഴിവുകളും ഒക്കെ എന്ത് ചെയ്യാണ്, അതൊന്നും ആരും തന്നെ എന്ത് ചെയ്യുന്നില്ല, അവരെ മനസ്സിലാക്കാത്ത കാര്യങ്ങളാണ്. പക്ഷേ ഈ ഒരു പ്രോഗ്രാം ദ ന്യൂ പ്രൈസ് ഈസ് റൈറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലൂടെ ഇവർ ഈ സ്കില്ലുകളെയൊക്കെ എന്ത് ചെയ്യാണ്, ഒരു TV പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരികയാണല്ലേ. ആ TV പ്രോഗ്രാമിലൂടെ ആൾക്കാർ കാണുകയും ഈ സ്ത്രീകൾക്ക് കയ്യടി നേടിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സ്ത്രീകളുടെ ആ ഒരു ലിബറേഷൻ അല്ലെങ്കിൽ എന്താണ് ഒക്കെയാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ ആ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ നിന്ന് മാറി അവർ സ്വയം എന്ത് ചെയ്യാണ്, എംപവർമെൻ്റ് ഒക്കെയാണ് നമുക്ക് ഈ സ്ലോഗൻസ് ആയിക്കോട്ടെ, കാർഡ്സ് ആയിക്കോട്ടെ, ഈ TV പ്രോഗ്രാം ദ ന്യൂ പ്രൈസ് ഇസ് റൈറ്റ് എന്ന് പറയുന്ന ആ ഒരു TV പ്രോഗ്രാം ആയിക്കോട്ടെ, എല്ലാം അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്ത് വന്നേക്കുന്നതെന്നാണ് ഓദർ പറയുന്നത്. പിന്നീട് ഇവിടെ ഒരു കോട്ട് പറയുന്നുണ്ട്. എ വുമൺസ് മദർ ഹൂ വുഡ് ഗോ ഷൂ ഷോപ്പിംഗ് സ്പെൻഡ് അവേഴ്സ് ട്രൈങ് ഓൺ ന്യൂമറസ് പെയർസ് ബട്ട് അൾട്ടിമേറ്റ്ലി റിട്ടേൺ ദം ദ നെക്സ്റ്റ് ഡേ. എന്താ, ഒരു വുമണിൻ്റെ അമ്മ എന്ത് ചെയ്യാണ്, ഷൂ ഷോപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നു. കുറേ നേരം എന്ത് ചെയ്യാണ്, ഒരുപാട് പെയർസ് ഓഫ് ഷൂ എടുത്തിട്ട് നോക്കുന്നു. അതിന് ശേഷം എന്ത് ചെയ്യുന്നു, ഇട്ട് നോക്കി എന്തോ മേടിച്ചുകൊണ്ട് പോയതിന് ശേഷം തിരിച്ച് ആ ഷൂ കൊണ്ടുവന്ന് തിരിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്, ആ ഒരു ഓണറിനെ കളിയാക്കുന്ന പോലെ അല്ലെങ്കിൽ ഷോപ്പ് അസിസ്റ്റൻറ്റിനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത പോലെ, ചൂഷണം ചെയ്ത പോലെയാണ് തോന്നുന്നത്. പക്ഷേ ഇതെന്ന് പറയുന്നത് ഇതൊരു ടൈപ്പ് ഓഫ് പ്രോലിറ്റേറിയൻ ഷോപ്പിംഗ് ആണെന്നാണ് ഓദർ പറയുന്നത്. അതായത് എന്താ, ഇറ്റ് റിഫ്ലക്ട് ദ പ്ലഷർ ഡിറൈവ്ഡ് ഫ്രം ദ എംപവേർഡ് പൊസിഷൻ ഓഫ് ദി കൺസ്യൂമർ. കൺസ്യൂമറിലുണ്ടാവുന്ന ആ ഒരു ആനന്ദം, ആ ഒരു എംപവേർഡ് പൊസിഷനിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ആ ഒരു പ്ലഷറാണ് ഈ ഒരു ഇതിലൂടെ കാണിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്കറിയാം ഈ ഒരു പ്രൊഡക്ഷൻ കൺസംഷൻ ഒക്കെ ഈ ഒരു ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ ചെയ്യുന്നത് എപ്പോഴും പ്രോലിറ്റേറിയൻസ് ആണ്, അതായത് വർക്കിംഗ് ക്ലാസ് ആണ് എന്ത് ചെയ്യുന്നത്, പ്രൊഡക്ഷൻ ചെയ്യുന്നത്. അതേസമയം കൺസംഷൻ ആരാ ചെയ്യുന്നത്, ബോർഷ്യാസ് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ആൾക്കാരാണ് എന്ത് ചെയ്യുന്നതെന്നും പറയുന്നുണ്ട്. ഓക്കെ, ദ റോൾ ഓഫ് കൺസംഷൻ ഇൻ സൊസൈറ്റി പർട്ടിക്കുലർലി ഫോർ മാർജിനലൈസ്ഡ് ഓർ വർക്കിംഗ് ക്ലാസ് ഇൻഡിവിജ്വൽസ്. ഇതിൽ പറയുന്നത് കൺസംഷൻ എന്ന് പറയുന്നത് ഒരു എന്താ, നമ്മൾ ബോർഷ്യ വാല്യൂസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണെങ്കിലും പക്ഷെ അതിലൂടെ എന്താണ്, ഒരുപാട് പേർക്ക് എന്താ ക്യാൻ ബി എ വേ ഫോർ വീക്ക് അല്ലെ, ഒരുപാട് വീക്കായിട്ടുള്ള അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഒരു സെൻസ് ഓഫ് എംപവർമെൻറ്റ്, അതായത് അവർക്ക് അവരുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാനായിട്ട് എന്ത് ചെയ്യും പറ്റും. അതായത് ഒരുപാട് പേർക്ക് എന്താണ് ജോബും കാര്യങ്ങളൊക്കെ അതിലൂടെ കിട്ടുന്നുണ്ടെന്നൊക്കെയാണ് ഓദർ പറയുന്നത്. പിന്നീട് പറയുന്നത് നമ്മൾ ഹിസ്റ്റോറിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ, അതായത് വർക്കിംഗ് ക്ലാസ് കൾച്ചേഴ്സിനെ പറ്റി നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഹിസ്റ്ററി പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നത്, പുവറായിട്ടുള്ള ആൾക്കാർ എപ്പോഴും അവർ സെൽഫ് റെസ്പെക്റ്റ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അതായത് അവർക്കിപ്പം ഉള്ള പൈസ കൊണ്ട് അവരെന്ത് ചെയ്യും, നല്ലത് വാങ്ങി എന്ത് ചെയ്യും, ഇടും, നല്ല ഡിസ്പ്ലേ ചെയ്ത് പർച്ചേസ് ഐറ്റംസ്. ദേ യൂസ് ദെയർ അവൈലബിൾ മണി ടു പർച്ചേസ് ഐറ്റംസ് ഫോർ ഡിസ്പ്ലേക്ക് വേണ്ടി അവരെന്ത് ചെയ്യും, പർച്ചേസ് ചെയ്യും, റാദർ ദാൻ പ്യുവർലി ഫങ്ഷണൽ ഐറ്റംസ്. അത് കറക്റ്റ് ഫങ്ഷണൽ ആണോ എന്ന് പോലും എന്ത് ചെയ്യുന്നില്ല, അവർ ചെക്ക് ചെയ്യുന്നില്ല. പുറമേ കാണാൻ നല്ലതാണെങ്കിൽ അവരെന്ത് ചെയ്യും, അത് വാങ്ങിയിടും. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലാകുന്നത്, ദ ആക്ട് ഓഫ് ഡിസ്പ്ലേ ഈസ് എ വേ ടു മീറ്റ് ദ നീഡ് ഫോർ സെൽഫ് എസ്റ്റീം ആൻഡ് റെസ്പെക്റ്റ് അല്ലേ.
അവർക്ക് ആ ഒരു സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ ആ ഒരു റെസ്പെക്റ്റിന് വേണ്ടിയിട്ടുള്ള അവരുടെ ആ ഒരു നീഡ്, അവരുടെ ആ ഒരു ആഗ്രഹങ്ങളൊക്കെയാണ് നമുക്കിതിലൂടെ കാണാനായിട്ട് പറ്റുന്നത്. അതായത് അവർക്ക് ചിലപ്പോൾ ഇതൊന്നും പ്രൊഡക്ഷൻ ടൈമിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കില്ല, കിട്ടിക്കാണില്ല. ഇവർ തന്നെയാണല്ലോ പ്രൊഡ്യൂസേഴ്സും. പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് എന്ത് കിട്ടിക്കാണില്ല, സെൽഫ് എസ്റ്റീമോ സെൽഫ് റെസ്പെക്റ്റോ ഒന്നും തന്നെ കിട്ടിക്കാണില്ല. പക്ഷേ അത് കൺസംഷൻ ടൈമിലാകുമ്പോഴത്തേക്കും അത് പോയി വാങ്ങുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, നല്ല സാധനങ്ങൾ വാങ്ങിയിടുകയും ചെയ്യും. അതിലൂടെയെങ്കിലും അവർക്ക് എന്താണ്, സെൽഫ് റെസ്പെക്റ്റോ, അത് കാണുന്ന ആൾക്കാർക്ക് ഇത് നല്ലതാണല്ലോ, അങ്ങനെ ഒരു സെൽഫ് റെസ്പെക്റ്റോ അല്ലെങ്കിൽ ഒരു സെൽഫ് എസ്റ്റീമോ കിട്ടിക്കോട്ടെ എന്നുള്ള ഒരു ധാരണയിലുള്ള ആൾക്കാരായിരുന്നു നമ്മൾ ഈ വർക്കിംഗ് ക്ലാസ്സിലെ ആൾക്കാരെന്ന് പറയുന്നത്. ഓക്കെ, കൺസ്യൂമർ സൊസൈറ്റീസിനെയൊക്കെ പറ്റി തന്നെയാണ് ഈ ഒരു എസ്സേയിൽ മുഴുവനായിട്ടും പറയുന്നത്. പിന്നീട് ഈ ടെക്സ്റ്റ് കാണാൻ പറ്റുന്നതാണ് ന്യൂനെസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു മാളിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയാണ്, നമുക്ക് നല്ല ബ്രൈറ്റ് ലൈറ്റ്സും ഷൈനി സർഫസസും ഒക്കെ കാണാനായിട്ട് പറ്റുമല്ലേ. അപ്പോൾ അതൊക്കെ എന്തിൻ്റെ ഒരു ഭാഗമാണ്, പ്രൊഡക്ഷൻ്റെയും കൺസപ്ഷനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു പാർട്ടാണിതെന്ന് ഇതിൽ പറയുന്നുണ്ട്. ദ ടെക്സ്റ്റ് എക്സ്പ്ലോർ ദ എംഫസിസ് ഓൺ ദ ന്യൂനെസ് ഇൻ ഷോപ്പിംഗ് മാൾ, പർട്ടിക്കുലർലി ഇൻ സെൻറ്റർ പോയിൻ്റ് ആൻഡ് കാരിലോൺ. അപ്പോൾ സെൻറ്റർ പോയിൻറ്റിലും കാരിലോണിലും ഒക്കെ ഉള്ള ഷോപ്പിംഗ് മാൾസിൻ്റെ ആ ഒരു പുതുമയെ പറ്റിയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അതായത് മാൾസൊക്കെ ആ ഒരു ന്യൂനെസ് എങ്ങനെയാണ് നിലനിർത്തുന്നത്, അവരുടെ ഷൈനി സർഫസസും അതുപോലെ തന്നെ ബ്രൈറ്റ് ലൈറ്റ്സും ഓക്കെ, അതൊക്കെ എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്നാണ് പറയുന്നത്, പ്രൊഡക്ഷനെയും കൺസംഷനെയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്നാണ് ഓതർ പറയുന്നത്. അപ്പോൾ ഈ ഒരു ന്യൂനെസ് എന്ന് പറയുന്നത് ഒരിക്കലും അഡ്വർടൈസിങ്ങിലൂടെ ഒന്നും ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒന്നല്ല. ഇത് വെസ്റ്റേൺ സൊസൈറ്റീസ് പണ്ട് മുതലേ ഫോളോ ചെയ്ത് വരുന്ന ഒന്നാണ് ഈ പുതുമ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കേട്ടോ. അപ്പോൾ അവർ വെസ്റ്റേൺ സൊസൈറ്റീസ് ടൈമിനെ തന്നെ കാണുന്നത് ലീനിയർ ആയിട്ടാണ് കാണുന്നത്. അതായത് മുന്നോട്ട് പോവുക, ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരിക. പ്രോഗ്രസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ആർ വാല്യൂഡ് ബൈ വെസ്റ്റേൺ സൊസൈറ്റീസ്. ഓക്കെ, അപ്പോൾ അതവരുടെ ഒരു ഐഡിയോളജി ആണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ന്യൂനെസ്, പുതുമ കൊണ്ടുവരിക എന്ന് പറയുന്നത് വെസ്റ്റേൺ സൊസൈറ്റിയുടെ ഒരു ഐഡിയോളജി ആണെന്നും നമ്മുടെ ഓതർ പറയുന്നു. പിന്നീട് മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും ഒരു ജോബ് റോളിനെ പറ്റി പറയുന്നുണ്ട്. മെന്നിൻ്റെ ജോബിനെ കൺസിഡർ ചെയ്യുന്നത് ഭയങ്കര ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ജോബ്സ് ആയിട്ടാണ്. അപ്പോൾ അവരെപ്പോഴും എന്താണ്, ഇതുപോലെ ന്യൂനെസ് ഫാഷനൊക്കെ ആയിട്ട് കീപ്പ് ഇൻ ടച്ച് ആയിരിക്കും, അല്ലെങ്കിൽ അവർക്കെപ്പോഴും അറിയാനായിട്ട് പറ്റും. വുമൺ ജോബ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ റെപ്പറ്റേറ്റീവ് ആയിരിക്കാം, സർക്കുലർ ആയിരിക്കാം. അപ്പോൾ അവർ ചിലപ്പോൾ ഈ പ്രോഗ്രസ് ഒന്നും അറിയുന്നുണ്ടായിരിക്കില്ല. ആൻഡ് അവർ ഈ ഒരു ഫാഷനിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അവർക്കും ഈ ഒരു ഐഡിയോളജിയുടെ ഭാഗമായിട്ട് മാറാമെന്നാണ് ഓതർ പറയുന്നത്. ഓക്കെ, ഫാഷൻ ഈസ് ഓഫൻ അസോസിയേറ്റഡ് വിത്ത് ന്യൂനെസ് ആൻഡ് റിസീവ് പബ്ലിക് റെക്കഗ്നിഷൻ. അല്ലേ, പുതിയ പുതിയ ട്രെൻഡിനൊപ്പം നീങ്ങുമ്പോഴത്തേക്ക് എന്താണ്, ആ ഒരു പബ്ലിക് റെക്കഗ്നിഷനും എന്താണ് ഓരോ വ്യക്തികൾക്കും കിട്ടും, എസ്പെഷ്യലി ഫോർ വുമൺ. ഓവറോൾ ദ ടെക്സ്റ്റ് ഹൈലൈറ്റ് ദ കോംപ്ലക്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വുമൺ, കൺസ്യൂമറിസം ആൻഡ് പാട്രിയാർക്കൽ നോംസ്. ഓക്കെ, അപ്പം ഒരു മെയിൽ ഡൊമിനേറ്റഡ് ആയിട്ടുള്ളൊരു സൊസൈറ്റിയിലുള്ള സ്ത്രീകൾ എങ്ങനെയാണ് അവർ ഷോപ്പിംഗ് മാൾസിനെ കാണുന്നതെന്നും ഫുൾ കൺസ്യൂമറിസമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എസ്സേ ആണ്. നല്ല ലെങ്തി ആയിട്ടുള്ള എസ്സേ ആണ്. അതിൽ കുറച്ച് ഷോർട്ട് പോയിൻറ്റുകൾ മാത്രം ആണ് ഞാൻ എലാബറേറ്റ് ചെയ്ത് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. ഇതിൽ ഇനി ആഡ് ചെയ്യാനുള്ള പോയിൻറ്റ്സുകൾ ഉണ്ടാവാം. ഞാൻ ജസ്റ്റ് എക്സാം പർപ്പസിന് വേണ്ടിയിട്ട് ചെയ്തതേ ഉള്ളൂ. ഓക്കെ.